ഹായ് അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ? സമാധാനമുള്ളൊരു ജീവിതം നമുക്ക് എല്ലാവർക്കും തരണേ പഠിച്ചോനേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളെ വീഡിയോ എടുത്ത് തുടങ്ങുക. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കുറച്ച് ടേസ്റ്റിംഗ് ടിപ്പുകളാണ് കേട്ടോ. അപ്പം നമുക്കറിയാവുന്ന ടിപ്പുകളാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നമ്മൾ ബിരിയാണി തന്നെ എടുക്കുക. അപ്പോൾ ബിരിയാണി ഒരു 1.5 കിലോൻ്റെ ബിരിയാണി നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്തൊക്കെയാണ് ചേർക്കണത് ടേസ്റ്റിനുള്ളതെന്ന് നമ്മൾ കാണിച്ചു തരട്ടോ. ഇപ്പോൾ പല ടേസ്റ്റിംഗ് പൗഡറുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നാടൻ ബിരിയാണി ആട്ടെ നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ടിപ്പുകളൊക്കെ നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ നമ്മൾ ഉള്ളിയൊക്കെ അടുപ്പത്ത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഉള്ളി നല്ല ചോന്ന് വരലാട്ടോ അതിൻ്റെ ആദ്യത്തെ ടിപ്പ്. പിന്നെ വറുത്ത് കോരുന്നത് വേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ ആർക്കേജ് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഡാൽഡി എടുക്കുന്നുണ്ട് കേട്ടോ. ഡാൽഡയ്ക്ക് പകരം ഇനി സൺഫ്ലവർ ഓയിൽ ആയാലും മതി. അപ്പോൾ ആർക്കേജ് കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ. അപ്പോഴേ ടേസ്റ്റ് അധികം നന്നായി കൂടുള്ളൂ. അപ്പോൾ ഇതാ ഈ ഉള്ളിൻ്റെ പരുവതാണ് കേട്ടോ. നല്ല ചോന്ന് വരനയച്ചിട്ട് കരിയാനൊക്കെ പാടില്ല. അതാണ് കേട്ടോ ഏറ്റവും വലിയ ടേസ്റ്റ് ഒന്ന്. ഇനി നമ്മൾ അടുത്ത് പറഞ്ഞു തരാം. ഒന്നായിട്ടൊന്നും നമ്മൾ കാണിക്കണില്ല. അപ്പോൾ നമ്മൾ ടേസ്റ്റിന് കൂട്ടേണ്ടത് മാത്രം പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ ഉള്ളി നല്ല ചോന്നതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചി വെള്ളുള്ളി പച്ചമുളകിൻ്റെ ഒക്കെ പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനോണ്ടാട്ടോ വെക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒരുപാട് ടിപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ പിന്നെ അതിലേക്കുള്ള മസാലകളൊക്കെ ഇട്ട് അതൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല. അതിലും കൂടി കാണിച്ചാൽ നിന്നാൽ ഒരുപാട് സമയം പിടിച്ചു. നമുക്ക് ഒരുപാട് പറയാനും കാണിച്ചാനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ തീരെ തുള്ളി വെള്ളം ഉണ്ടാകാൻ പാടില്ല. അതാണ് കേട്ടോ ഒന്നാമത്തത്. വെള്ളം കുറച്ച് വരിക. പിന്നെ ഞാൻ അടുത്ത ടിപ്പ് എന്താണെന്നറിയോ? നമ്മൾ അതിക്ക് ചേർക്കാൻ തൈരാണ് കേട്ടോ ചേർക്കാൻ പോണത്. അപ്പോൾ ആ തൈരിൽ 1 സ്പൂണ് പഞ്ചസാര ചേർത്താൽ ഈ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഒന്ന് ചേർത്ത് നോക്കണ്ടേ. ആരെങ്കിലും അങ്ങനെ ചേർക്കാത്തവരും ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ പറയണത് നിങ്ങൾക്ക് അറിയണതും ഉണ്ടാവും അറിയാത്തതും ഉണ്ടാവും. അതാണ് നമ്മൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ 1 സ്പൂണ് പഞ്ചസാര ഈ തൈരിലിട്ട് കാണാൻ നന്നായി ഇളക്കിങ്ങാണ്ട് നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിക്ക് ഞാൻ ഇത്രയെന്നൊരു കണക്കുണ്ടല്ലോ. 1.5 കിലോന് ചിക്കനാണിത്. അപ്പോൾ അതിക്കുള്ള ഇതാണ് ഇട്ട് കൊടുക്കേണ്ടത്, ഒഴിച്ച് കൊടുക്കേണ്ടത്. പിന്നെ മസാലകൾ ഇട്ടൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല. അല്ലേ മസാല ഇട്ടുകിട്ടാ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, ബിരിയാണി മസാല ഒക്കെ ഇട്ടുക്കണേ. ഇനി അടുത്ത ടിപ്പ് എന്താണെന്നറിയോ? പണ്ടത്തെ ആൾക്കാർ കൂട്ടീൻ്റെത് ബിരിയാണിക്ക് ടേസ്റ്റ് കൂടാനും മസാല കൂടാനൊക്കെ കുറച്ച് പച്ചത്തേങ്ങ അരച്ചുകാണ്ട് കൂട്ടും. പണ്ടൊക്കെ പച്ചത്തേങ്ങയും കസ്കസുമാണ് അരച്ച് ചേർക്കൽ. ഇപ്പോൾ പിന്നെ കുറേ കഴിഞ്ഞതിന് ശേഷം പിന്നെ പച്ചത്തേങ്ങ ഒറ്റയ്ക്ക് ചേർക്കൽ തുടങ്ങിയിട്ടാണ്. അപ്പോൾ ഒരു മുറിൻ്റെ ഒരു അരമുറിൻ്റെ പകുതിയാണ് കേട്ടോ. അപ്പോൾ അരച്ച് ചേർത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ബിരിയാണിക്ക്. പിന്നെ നമ്മൾ വറുത്ത് കോരുന്നതാട്ടത്, ഉള്ളി വറുത്ത് കോരുന്നത്. അപ്പോൾ ഇത് എല്ലാം കൂടി വീക്കല്ല. അപ്പോൾ നമ്മൾ പിന്നെ നമ്മളൊന്നൂടെ കാണിച്ച് തരട്ടോ. അപ്പോൾ ഇതിൽ കുറച്ച് അധികം കറിവേപ്പിലിട്ടുകാണ്ട് നല്ലതായിട്ട് മൂപ്പിച്ച് എടുത്ത് വെക്കുക. അപ്പോൾ നമ്മളിതിങ്ങനെ സ്റ്റോക്ക് ചെയ്താൽ നമ്മൾ വേറെ ഓരോന്നിലിട്ട് കൊടുക്കാൻ നമുക്കിത് പറ്റും കേട്ടോ. നമ്മൾ ഈ മിച്ചറും വറുത്താക്കൊക്കെ പാത്തിക്കണ മാതിരി പാത്തിച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കണം എന്നൊന്നുമില്ല, ഒരു ടിന്നിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഇതിക്ക് നമ്മൾ കുറച്ചേ ഇടണുള്ളൂ. അപ്പോൾ കുറച്ചധികം കറിവേപ്പില ഈ ഉള്ളി നല്ലോണം മൂപ്പിച്ച് കാണ്ട് സൺഫ്ലവർ ഓയിൽ നല്ല മൂപ്പിച്ച് കാണ്ട് എടുത്ത് വെച്ചാൽ ബാക്കി ഇനി നമ്മൾ പറഞ്ഞു തരാം. അപ്പോൾ ഇതിന്ന് കുറച്ചധികം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ ഇറച്ചിൻ്റെ വേവൊക്കെ കഴിഞ്ഞ് അപ്പോൾ ലാസ്റ്റായിട്ടാണ് നമ്മളിത് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ കുറച്ച് കറിവേപ്പിലൊക്കെ നല്ലോണം മൂപ്പിച്ച് കാണ്ട് വെക്കുക. നല്ല മൊരിഞ്ഞ് നിൽക്കണം, പക്ഷേ കരിയാൻ പാടില്ല. അപ്പോൾ അത് ഇട്ടുകാണ്ട് നന്നായി ഇളക്കിക്കാണ്ട് പിന്നെ അതവിടെ മൂടി വെക്കുക. പിന്നെ അതിൻ്റെ സ്മെല്ലൊന്നും പുറത്തേക്ക് പോകാൻ പാടില്ല. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ പച്ചത്തേങ്ങ ഉണ്ടല്ലോ അത് ലാസ്റ്റായിട്ട് ചേർക്കൽ. അത് അരച്ച് വെച്ചത് അത് ലാസ്റ്റാണ് ചേർക്കൽ. പണ്ടൊക്കെ എല്ലാ പണ്ടാരികളും ചേർത്തിനി. ഇപ്പോൾ പിന്നെ അങ്ങനെ എടുത്തു പോയി. അത് ചേർത്താൽ ബിരിയാണിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. പിന്നെ ഒരുപാട് സമയം ഇരിക്കൂല, പിന്നെ കേട് വരും എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമല്ലേ. അതിന് ഈ വെള്ളം തീരെ പാടില്ല. ഇതിൽ നല്ലുണ്ട് വരറ്റിയ മാതിരി ആവണം. അപ്പോഴാണ് ഈ ഇറച്ചിൻ്റെ ഉള്ളിലൊക്കെ ഉപ്പ് കയറലും ഉപ്പും പുളിയൊക്കെ പിടിക്കൽ കേട്ടോ. തീരെ വെള്ളം അങ്ങനെ പൊന്തി നിൽക്കാൻ പാടില്ല. പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്നറിയോ? പിന്നെ ഈ ബിരിയാണി നെയ്ച്ചോറ്റും കൈതുണ്ടല്ലോ അതിട്ട് കൊടുക്കുക. അത് നമ്മളെ വീട്ടിൽ ഉണ്ട്. അതൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കൊണ്ടുവന്ന് ഉണ്ടാക്കി ഇട്ട് വെക്കുക. അത് ചിക്കൻ മുളകിലോ ഇതിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു ടേസ്റ്റാണ് കേട്ടോ. അതിപ്പോൾ ഈ ചെടിയൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടത്തിലുണ്ട്. അത് നമ്മൾ ചപ്പും മുതിനൊക്കെ ഇടണ മുമ്പായിട്ട് അത് ഇട്ടിക്കണമെന്ന്.
പിന്നെ നമ്മൾ അടുത്ത ടിപ്പ് എന്താണെന്നറിയോ, ചോറ് നമ്മളിവിടെ തിളപ്പിച്ച് ഊറ്റലാട്ടാ. ഇനി നെയ്ച്ചോറാണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതിൽക്ക് ഇടൂട്ട ഈ കൈതവല. പിന്നെ അതിൽക്ക് നല്ലൊരു വലിയൊരു മുറി ചെറുനാരങ്ങ ഞാൻ പിയ്യുന്നുണ്ട് കേട്ടോ. ഒരു 1.5 കിലോനൊന്നും ഞാൻ ആദ്യം പറഞ്ഞില്ലേ. പിന്നെ പച്ചമുളക് ഇടേണ്ടത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാ. പിന്നെ ആ വെള്ളത്തിൽ ഒരു കൈതച്ചക്കൻ്റെ ഒരു കഷ്ണം ഇട്ടാൽ വേറെ എന്തോ ഈ റോസ് വാട്ടറാ അതിൻ്റെ ടേസ്റ്റ് വരുമെന്ന് പണ്ടാരികൾ പറയുന്നുണ്ട്. അത് കൈതച്ചക്ക ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കഷ്ണം ആ വെള്ളത്തിലിട്ടാൽ അത് ഊറ്റുമ്പോൾ ആ ചോറ്റിൽ ഇങ്ങനെ പിടിക്കൂട്ടാ. പിന്നെ അടുത്ത ടിപ്പ് എന്താണെന്നറിയാം, ഒരു 2 സ്പൂൺ പാലിൽ മഞ്ഞപ്പൊടി കലക്കിങ്ങാണ്ട് ഇതിൻ്റെ മേലെ ഇങ്ങനെ ഉണ്ട് മുഴുവന് ദമ്മിടാൻ നേരത്തുണ്ട്. ദമ്മിട്ടില്ലപ്പോൾ അപ്പോൾ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. അതും ഒരു ടേസ്റ്റുമാണ്, ഒരു ചോറിന് നല്ലൊരു ഭംഗിയും കൊടുക്കൂട്ടാ. മഞ്ഞപ്പൊടി കളറൊന്നും കൂട്ടാൻ പാടില്ല. അപ്പോൾ അതിങ്ങനെ മേലെ ഇങ്ങനെ പൊടിഞ്ഞു കൊടുത്താൽ അത് നല്ലൊരു ടേസ്റ്റ് കൊടുക്കും. പിന്നെ ദമ്മിടൽ. അപ്പോൾ ഈ കൈതച്ചക്കനെ കണ്ടാൽ ഈ തിളപ്പിച്ച് ഊറ്റണ വെള്ളത്തിലിട്ട് കൊടുക്കൽ. അപ്പോൾ നമ്മളടുത്ത് കൈതച്ചക്ക ഇല്ല. ഇനി നമ്മൾ സമൂസൻ്റെ താട്ടോ പറയേണ്ടത്. നമ്മൾ വറാത്തിൻ്റെ അന്ന് സമൂസ ഉണ്ടാക്കിയതിന്. അപ്പോൾ അതിക്ക് പട്ടാണിക്കടലുണ്ട്, ഉരുളൻകിഴങ്ങുണ്ട്, ചിക്കനുണ്ട്, മല്ലിച്ചപ്പ്, വലിയ ഉള്ളി, കാബേജ് എല്ലാം കൂടി ഉണ്ട്. അപ്പോൾ അത് ഒക്കെ ഇട്ടുകാണ്ട് എല്ലാവർക്കും അറിയണ്ടല്ലേ. അപ്പോൾ അത് നല്ലണ്ട് വെന്ത് അതിൻ്റെ വേവൊക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മൾ ചപ്പിട്ട് കൊടുക്കും. ചപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വേറൊരു സാധനത്തേക്ക് കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എടുത്ത ഉള്ളി ഇത് നമ്മൾ ബിരിയാണിക്ക് 2 ദിവസം മുമ്പ് ഉണ്ടാക്കി വെച്ചതാണ് കേട്ടത്. ഇത് എത്ര ഇരുന്നാലും ഇത് കേടുവരില്ല. ആദ്യം ഞാൻ ആ എണ്ണയ്ക്ക് പിടിച്ചോട്ടെ വെച്ചിട്ട് ഒരു പേപ്പർ അതിൽ വെച്ചിട്ടാ. പിന്നെ പേപ്പറിൻ്റെ ആവശ്യമില്ല, ഇത് പിന്നെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അതിൽ നിന്ന് പൊടിച്ചിട്ട് ഇതിക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് നമ്മൾ കുറച്ച് ഉണ്ടാക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുക. അപ്പം പിന്നെ സമൂസയ്ക്ക് പിന്നെ കട്ട്ലറ്റ് അങ്ങനത്തെ എല്ലാത്തും ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഈ പുറത്തുനിന്ന് വാങ്ങണതിലൊക്കെ ഓല് അജിനോമോട്ടോ കൂട്ടുകയാണേ. അതിൻ്റെ ആവശ്യം നമുക്കില്ല. നമുക്ക് ശരീരം വെറുതെ കേടെടുത്തണ്ടല്ലോ. അപ്പോൾ നമ്മളെ ടേസ്റ്റിന് ഇത് കൂട്ടിയാൽ നല്ല ടേസ്റ്റ് കിട്ടും. അപ്പോൾ കുറച്ച് അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇട്ടുകാണ്ട് നമ്മൾ മൂടി വെക്കട്ടോ. പിന്നെ നമ്മൾ സമൂസ ഉണ്ടാക്കിയതാണ്, അതൊന്നും പിന്നെ നമ്മൾ കാണിച്ചിട്ടില്ല. പിന്നെ അതാ ചിക്കൻ കറി. ഇത് ചിക്കൻ കറി ആട്ടത്. ഇതിനെന്താ ടേസ്റ്റ് കൂടാൻ കൂട്ടുണ്ടെന്നാ ഞാൻ പറഞ്ഞില്ല. ഇതിൻ്റെ കൈതൻ്റെ ഓല അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് തീമക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കട്ടാ. അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കഞ്ഞി രസം ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ രസം പച്ച വെളിച്ചെണ്ണ മൂപ്പിച്ച് കാണ്ട് അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ ഈ ഉള്ളിയും വറുത്തച്ചുണ്ടല്ലോ, ഉള്ളിയും വേപ്പിലയും അത് കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആ കറിക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിങ്ങനെ കുറച്ചുണ്ടാക്കി വെച്ചാൽ മതി. അത് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മിച്ചറും വറുത്താക്കിയൊക്കെ ഉണ്ടാക്കി വെക്കണ മാതിരി ഒരു ടിന്നിലിട്ട് വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കണമെന്നൊന്നുമില്ല, കേടൊന്നും വരില്ല. നല്ല നെരിച്ചെടുത്ത് വെച്ചാൽ കരിയാതെ എടുത്ത് വെച്ചാൽ കേട്ടോ. എന്നിട്ട് അത് ഇട്ടുകാണ്ട് നല്ലോണം മൂടി വെക്കുക. ചിക്കൻ കറി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. ഇനി നമ്മൾ അടുത്ത ടിപ്പ് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. അത് കുറേ ദിവസം വെച്ച് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് എരുന്ത് കിട്ടി. അപ്പോൾ ഈ എരുന്ത് ഇങ്ങനെ നമ്മൾ തിളപ്പിക്കലുള്ള കുറച്ച് ലേശം വെള്ളം ഒഴിച്ചുള്ളൂ കേട്ടോ. വെള്ളം ഇന്ന് തന്നെ ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ അത് തിളപ്പിച്ചുകാണ്ട് നമ്മൾ ആദ്യം നല്ല കഴുകണം കേട്ടോ. എരുന്തെല്ലാം കഴുകിക്കാണ്ട് ആ വെള്ളം നമ്മളിവിടെ എടുത്ത് വെക്കണം. അതിൻ്റെ ആ വെള്ളം കേട്ടോ. എന്നിട്ട് നമ്മളിതിൻ്റെ ഈ കാട്ടൊക്കെ കളയല്ലോ, ആ കാട്ടം കളയലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളം കുറേശ്ശെ എടുത്തുകാണ്ട് അതുകൊണ്ട് തന്നെ കഴുകണം. ആ എരുന്തായാലും കടുക്കായാലും ഒക്കെ. അതുകൊണ്ട് തന്നെ നമ്മളൊരു 2 വട്ടം നമ്മൾ 2 വട്ടമല്ല മീനൊക്കെ കഴുകൽ, അതേപോലെ 2 വട്ടം കഴുകിയിട്ട് പിന്നെ അതിൻ്റെ മേലെ ഉക്കള്ളം പാലിലൊക്കെ അതുകൊണ്ട് ചെയ്താൽ ഈ എരുന്തിന് കടുക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് നമുക്ക് ചാലിയത്തുള്ള ഒരാൾ പറഞ്ഞു തന്നാട്ടാ. അപ്പോൾ ഈ എരുന്തിൻ്റെയും കടുക്കൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഈ വെള്ളം കൊണ്ട് തന്നെ, അതിനാണ് ആദ്യം ഇത് നല്ല കഴുകി അതിൻ്റെ വൃത്തിയടക്കം ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഈ വെള്ളം കൊണ്ട് ഒരു 2-3 വട്ടം വേണമെങ്കിൽ കഴുകുക. വെള്ളം ഇന്ന് തന്നെ നമ്മൾ പാർന്നിട്ടില്ലെങ്കിലും അതിന് തന്നെ വെള്ളം വരും കേട്ടോ. അപ്പോൾ ആ വെള്ളമാണിത്. ഇനി നമ്മളെ മെയിൻ ടിപ്പാട്ടോ വരുന്നത്. അപ്പോൾ ഇത് കുറച്ച് ചെറുപയറാണ്. അത് ഞാൻ കഴുകിക്കാണ്ട് കുക്കറിൽ വാരി ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതിന് പാകത്തിന് തക്കാളിയും കുറച്ച് ചെറിയ ഉള്ളിയും ഒരു പച്ചമുളകുമാണ് ഇടേണ്ടത്. അപ്പോൾ ഇതെന്താണെന്നറിയോ, ഇത് ഈ ചെറുപയർ ഈ കുട്ടികൾക്ക് നമ്മളെ കുട്ടികൾ എക്സാമിനൊക്കെ പോണ സമയത്ത് ഇത് കൊടുത്ത് അവരത് കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാവും. പഠിച്ചത് ഓർമ്മ വരും, പഠിച്ച കുട്ടികൾക്ക് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇതിന് ഗ്യാസ് ഉണ്ടാവും, ഗ്യാസ് ചിലപ്പോൾ കയറി തരും. അതിന് നമ്മൾ ഈ വറവിടണതിൽ ഒരു 1/2 സ്പൂണ് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും, ഗ്യാസിൻ്റെ ഒരു കുഴപ്പമായിട്ടുണ്ടാവില്ല. അങ്ങനെ ചെയ്ത് നോക്കേണ്ടി. നല്ല യൂസ്ഫുൾ ആയിക്കോട്ടെ നമുക്കൊക്കെ. എന്താ വെച്ചാൽ നമ്മൾ കുട്ടികൾ പഠിക്കുന്ന കാലത്ത് കേട്ടതാണ്, അന്ന് മുതലേ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും എക്സാമിനൊക്കെ പോകുമ്പോൾ ഞാനത് ചെയ്ത് കൊടുക്കലുണ്ട് കേട്ടോ. നമുക്ക് ഒരിക്കൽ കേട്ടാൽ മതി, അത് എന്നും അത് മനസ്സിലുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. കറിവേപ്പിലയും ഒക്കെ ഇട്ടുകാണ്ട് അപ്പോൾ തീ കൊണ്ട് ഒഴിച്ചാൽ നല്ല ടേസ്റ്റ് കൊടുക്കും.
പിന്നെ ഈ വെളിച്ചെണ്ണയ്ക്ക് ഞാൻ ഒരു 1/2 സ്പൂണ് ഗരം മസാലപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും നല്ല ടേസ്റ്റുമാണ്, ഗ്യാസിന് പറ്റും ചെയ്യും, ഗ്യാസൊക്കെ പോയിക്കോളൂ കേട്ടോ. മഞ്ഞപ്പൊടി പിന്നെ ഞാൻ തീമക്കുമ്പോൾ തന്നെ ഇട്ടീന് ഞാൻ പറയാൻ വിട്ടതാണ്. അപ്പോൾ ഇത് കുറഞ്ഞ വെള്ളത്തിൽ നല്ല കുഴമ്പ് രൂപത്തിലാക്കിയാൽ നല്ല പച്ചരി ദോശയ്ക്ക് പൊടി കലക്കിയ പച്ചരിപ്പൊടി കലക്കിയ ദോശയ്ക്ക് ഇട്ടത് നല്ല കോമ്പിനേഷൻ. അപ്പോൾ അത് നല്ലൊരിതാണ്. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കേണ്ടി. കുട്ടികൾക്ക് ഇപ്പോൾ എക്സാമൊക്കെ എടുത്തതല്ലേ, അപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുത്താൽ രാവിലെ കഴിച്ച് പോയാൽ മതി. കഴിച്ചിട്ട് 4 ദിവസത്തിന് ഒന്നായിട്ട് ഉണ്ടാക്കി വെച്ചുകാണ്ട് അതന്നെ കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഗുണത്തിലേറെ ദോശ ചെയ്യുള്ളൂ. പയതാകില്ലേ, പഴയ സാധനങ്ങളൊന്നും കൊടുക്കരുത്. അങ്ങനെ ഫ്രഷിൽ കൊടുക്കണം കേട്ടോ. നല്ല വേവുമാണ്, നല്ല വേവാഞ്ഞാൽ തന്നെ അത് ഗ്യാസ് നിറയും. അപ്പോൾ നമ്മളതിക്ക് നല്ല ദോശയാണ് ഉണ്ടാക്കിക്കാണ്ട് അയക്കുന്നത് നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ഇന്നും എക്സാമിന് ഉണ്ട്, അപ്പോൾ ഉണ്ടാക്കി തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ കുട്ടികൾക്കും അത് ഇതാണ്, ഒരു പറയും ചെയ്യും എക്സാം ഉണ്ട് അങ്ങനെ ഉണ്ടാക്കിക്കോളുണ്ടെന്ന് പറയലുണ്ട്. പിന്നെ ജോലി ഇട്ടലും ഇതായാലൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോകണല്ലേ ഒക്കെ. അല്ലേ കുട്ടികൾ നല്ല മാർക്കോട് കൂടി പാസ്സാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കട്ടോ. ഉന്നത വിജയം എല്ലാ മക്കൾക്കും കിട്ടട്ടെ, മദ്രസിലും സ്കൂളിലും ഒക്കെ. ഇനി അടുത്ത ടിപ്പ് കേട്ടോ. ഇത് നമ്മൾ പുട്ടുക്കൊക്കെ കറി വെക്കണ ചെറുമണി കടലുണ്ടല്ലോ, അതാണ് ഇട്ടത്. ഇത് പുട്ടുക്കൊക്കെ വെക്കണ കറിക്കടല. അപ്പോൾ ഈ കടല ഇത് അറ്റാക്ക് ഉണ്ടാവില്ല എന്നത് പറയുന്നത് കേട്ടോ. ഈ കടല ആഴ്ചയിൽ 1 ദിവസമെങ്കിലും കഴിച്ചാൽ അറ്റാക്കിനെ തടയും, പക്ഷേ ഇതിന് നല്ല ഗ്യാസാണ്. അപ്പോൾ ഇതും വേവിച്ചാൽ നമ്മൾ ഇതേമാതിരി തന്നെ ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് ഈ വറവിടണിയിൽ ഇതാക്കിക്കാണ്ട് ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടുകാണ്ട് കഴിക്കണം കേട്ടോ. അപ്പോൾ എന്നാൽ ഗ്യാസിന് കുഴപ്പമായിട്ടുണ്ടാവില്ല, അറ്റാക്കിനെ തടിയെന്നാണ് പറയുന്നത് കേട്ടോ. ഡോക്ടർമാരൊക്കെ പറയേണ്ടത് അങ്ങനെയാണ്, നമ്മളിങ്ങനെ ഓരോന്ന് കേട്ടതാണ്. നമ്മൾ ആഴ്ചയിൽ 1 ദിവസമെങ്കിലും ഇത് ഉണ്ടാക്കലുണ്ട്, പുട്ട് ചൂടുമ്പോഴാണ് ഉണ്ടാക്കൽ. അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു തരാണ്. അപ്പോൾ ഞങ്ങൾക്ക് നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു നമ്മൾ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകാണ്ട് ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് അമർത്തിക്കാണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഇത് മുന്തിരി നമ്മൾ തിളപ്പിക്കാട്ടാക്കാക്കെ പറയും. അപ്പം ഫ്രൂട്ടിൽ വില കുറഞ്ഞ സാധനമായിട്ട് മുന്തിരിയേ ഉള്ളൂ എന്ന്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.